1986 നവംബർ 17 മുതൽ 1987 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരതനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് തിരുവല്ല തുകലശ്ശേരി പെരിയമനയില്ലത്ത് ബ്രഹ്മശ്രീ വാസുദേവ ശർമ്മ ആയിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. ആയിരത്തി 1986-87 ശബരിമല മേശാന്തിയായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ശബരിമല ചില മേശാന്തിമാരെ സഹായിക്കാനും വലിയ തന്ത്രിയുടെ സഹായത്തിനു വേണ്ടി ശബരിമലയിൽ പോയിട്ടുണ്ട്. കൂടാതെ ശ്രീകോവിലിനകത്ത് നെയ്യഭിഷേകവും മറ്റും ചെയ്തതിനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യം ശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശബരിമലയിൽ നറുക്ക് വീണത്. ശബരിമല ഒരു മേശാന്തിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഭാഗ്യവും എൻ്റെ മകൾക്കും ഉണ്ടായിട്ടുണ്ട്. 1986-87 നറുക്കെടുപ്പിൽ 10 പേരാണ് നറുക്ക് ഉള്ള പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ 10ാമത്തെ നറുക്കാണ് എന്നെ മേശാന്തിയായി തിരഞ്ഞെടുത്തത്. അന്ന് ഞാൻ മേശാന്തിയായിരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പോലെയുള്ള തിക്കും തിരക്കുകളും എല്ലാം വളരെ കുറവാണ്. കൂടാതെ ശബരിമലയിൽ ശാസ്ത്രകലശം ആരംഭിക്കുന്നത് ഞാൻ മേശാന്തിയായി ഇരിക്കുന്ന സമയത്താണ് അവിടെ അത്താഴപൂജ ആരംഭിക്കുന്നത്. അതുവരെ അവിടെ വൈകിട്ട് നിവേദ്യം മാത്രമേ ഉള്ളായിരുന്നു. കാലത്തും ഉച്ചപ്പൂജയും 2 പൂജകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വലിയ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത്താഴപൂജ ആരംഭിക്കുന്നത് ഞാൻ മേശാന്തിയായിരുന്ന സമയത്താണ്. ശബരിമല അയ്യപ്പൻ്റെ മകരവിളക്ക് സമയത്ത് തിരുവാഭരണം ചോർത്താനുള്ള ഭാഗ്യവും എനിക്ക് ഉണ്ടായി. ബോംബെയിലുള്ള ഒരു സ്വാമി ഒന്ന് ശാസ്ത്രകലശം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ കലശക്കുടങ്ങൾ കൊണ്ടുവന്നാൽ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം 1000 കുടം കൊണ്ടുവന്ന് അന്ന് എൻ്റെ കാലത്താണ് ശാസ്ത്രകലശം നടത്തിയത്. ആദ്യമായി ശാസ്ത്രകലശം അവിടെ നടത്തിയതും തന്ത്രി നീലകണ്ഠരാണ്. ഞാൻ മേശാന്തിയായിരുന്ന കാലത്ത് എല്ലാ ദിവസവും പടിപൂജ ഉണ്ടായിരുന്നു. അതുകൂടാതെ അവിടെ ഉദയാസ്തമന പൂജ, കലശം തുടങ്ങിയ 5 ദിവസം കലശവും ഓരോരുത്തരുടെ വഴിപാടായിട്ട് ശാസ്ത്രകലശവും ഒക്കെ നടന്നിരുന്നു. ഇപ്പോൾ പിന്നെ ശാസ്ത്രകലശമൊക്കെ 5 ദിവസം ഇല്ലല്ലോ, ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് വയസ്സ് 82 ഇപ്പോഴും ഞാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം യാതൊരു ആരോഗ്യക്കുറവും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നു. നറുക്ക് വീഴുന്നതിൻ്റെ തലേന്ന് അദ്ദേഹത്തിന് വലിയ തന്ത്രിയിലൂടെ തന്നെ ശ്രീകോവിലിനകത്ത് കയറിയിട്ട് പിറ്റേന്ന് രാവിലെ എന്നോട് പറഞ്ഞാൽ അകത്ത് കയറരുത്, ഉച്ചപ്പൂജ കഴിഞ്ഞ് പിന്നെ കയറിയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആ ഗണപതി ഹോമം നടത്തുന്ന അവിടെ ജപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് 10 പേരുള്ള നറുക്കെടുപ്പിൽ 10ാമത്തെ നറുക്കാണ് എനിക്ക് കിട്ടുന്നത്. അന്നേരത്തെ ഒന്നും സങ്കടമാണോ സന്തോഷമാണോ എന്തുവാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭൂതിയായിരുന്നു. ഭക്തന്മാരൊക്കെ കുറവായിരുന്നു. അന്നൊക്കെ ഇത്രയും ആൾക്കാർ തിക്കും തിരക്കൊക്കെ കുറവായിരുന്നു. എന്നാലും സാമാന്യം വേണ്ട നല്ല ആൾക്കാരുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നു. കൂടാതെ എൻ്റെ കുടുംബത്തിലാണെങ്കിലും അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എൻ്റെ വേളിയും എൻ്റെ മക്കളെയും മരുമക്കളെയും എല്ലാവരും ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. എല്ലാവരെയും കൊണ്ട് ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയിലാണെങ്കിൽ ആ സമയത്തൊന്നും വഴിയിലോ അല്ലാതെ ഒരു അപകടം പോലും ഉണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായതായിട്ട് ഓർമ്മയില്ല. അന്ന് തന്ത്രി സ്ഥിരം, ഇപ്പോഴത്തെ പോലെ അന്നും സ്ഥിരം തന്ത്രി അവിടെ ഉണ്ട്. തന്ത്രിയെ ഉച്ചപ്പൂജ കഴിയും. എന്നാൽ ഉഷപൂജയും ബാക്കി പൂജകളൊക്കെ ഞാൻ തന്ത്രി പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ മേശാന്തിയായിരിക്കുന്ന സമയത്താണ് 18ാം പടിയിൽ പിച്ചള പൊതിഞ്ഞിട്ടില്ല. അന്ന് പടിയിൽ തന്നെയാണ് നാളികേരം ഉടച്ചാണ് അയ്യപ്പന്മാരെല്ലാം
മല കയറിക്കൊണ്ടിരുന്നത്. മണ്ഡല മാലയിട്ട് 41 ദിവസത്തെ വ്രതത്തോടു കൂടി പോകുന്നവരുണ്ട്. കൂടാതെ 60 മകരവിളക്കിന് പോകുന്നു. അപ്പോൾ അതിന് ഈ 41 അല്ല, അതിൽ കൂടും. 41 അല്ലാതെ ബാക്കി ദിവസങ്ങളും കൂടെ കൂടും. പഴയ കാലത്തെ മണ്ഡല വ്രതത്തിന് മാല ഇട്ട് കഴിഞ്ഞാൽ വീടുകളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ശരണം വിളിയും പടിക്കയിടുകയും അത് ഇതൊക്കെയാണ്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ശബരിമലയിലെ ചിട്ടയനുസരിച്ച് എല്ലാ മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും വ്രതമെടുത്ത് 41 ദിവസത്തെ വ്രതം തന്നെ എടുത്ത് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച തങ്കിയങ്കിയാണ് 41-ന് ചാർത്തുന്നത്. അതുപോലെ തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന തിരുവാഭരണമാണ് മകരവിളക്കിന് ചാർത്തുന്നത്. ആദ്യകാലത്ത് ശബരിമല ഉത്സവം നടത്തിയത് വൃശ്ചമാസത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ആ ഉത്സവം പിന്നീട് മാറ്റിയാണ് മീനമാസത്തിലെ ഉത്രം ആറാട്ടോടുകൂടി അവസാനിക്കുന്നത്. ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ 41 ദിവസം. വൃശ്ചമാസം 30 ധനു, ചില മാസം അത് 29 വരുന്ന, അങ്ങനെ അത് 12 ആയിട്ട് അങ്ങനെയാണ് 41 കണക്കാക്കുന്നത്. അങ്ങനെയാണ് മണ്ഡല പൂജ അവസാനിക്കുന്നത്. മകരവിളക്കിന് അത് കഴിഞ്ഞ് മകരം 1-ാം തീയതി സംക്രമ സമയത്താണ് ഈ മണ്ഡലകാലത്തെ നെയ്യഭിഷേകം. അത് തിരുവനന്തപുരത്ത് കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തു വിടുന്ന നെയ്യാണ് മകരവിളക്ക് സമയത്ത് അഭിഷേകം ചെയ്യുന്നത്. സംക്രമ പൂജ സമയത്ത്, അതാണ് സംക്രമ പൂജ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് അവിടുത്തെ മഹാരാജാവ് കൊടുത്തു വിടുന്ന നെയ്യ് അഭിഷേകം ചെയ്യുന്നത്. അതാണ് മകരസംക്രമം. മകരവിളക്ക് സംക്രമ പൂജ കഴിഞ്ഞുള്ള ദീപാരാധന സമയത്താണ് പൊന്നമ്പലം വഴി ജ്യോതി തെളിയുന്നത്. അത് ആ മകരവിളക്കെന്ന് പറയും. മണ്ഡലകാലത്ത് പ്രത്യേകിച്ച് മകരവിളക്കിൻ്റെ ശുദ്ധിക്രിയകളുണ്ട്. മകരവിളക്കിൻ്റെ തലേന്ന് അയ്യപ്പൻ്റെ ശുദ്ധിക്രിയകളുണ്ട്. ബിംബശുദ്ധി, പ്രാസാദശുദ്ധി, ബിംബശുദ്ധി, എല്ലാം അഭിഷേകങ്ങളുണ്ട്. ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചവ്യം, ഇതെല്ലാം ഉണ്ട്. 41-ന് അങ്ങനെയുള്ള ഇല്ല. മണ്ഡലം മകരവിളക്ക് കാലത്ത് അയ്യപ്പ ഭക്തന്മാരെല്ലാവരും ഒരുപോലെ അയ്യപ്പനിൽ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും അയ്യപ്പൻ എല്ലാ ഭക്തജനങ്ങൾക്കും തന്നെ. സ്വാമിയേ ശരണം അയ്യപ്പ.